കട്ടിങ് ഇവിടെ നിന്ന്. എൻ്റെ നല്ല ഒരു സിൽക്ക് സാരിയാണ്. ഇഷ്ടം കൂടിയത് കൊണ്ട് അതിൻ്റെ അരികൊക്കെ ഒരല്പം ഒന്ന് പോയപ്പം ഞാനത് ലൈനിങ് ഇട്ടിട്ട് നല്ല ഒരു ടോപ്പാക്കി. അതാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പേരക്കുട്ടിക്ക് മെഹറിനും ഒരു നല്ല ഒരു പീറ്റർ പാൻ ഫ്രോക്ക് ഞാൻ തയ്ച്ചിരുന്നു. അപ്പോൾ ഇനി ഒരു ഉടുപ്പുണ്ട്, ഒരു ഉടുപ്പിൻ്റെ തുണിയുണ്ട്, ഇതേണ്ടോ, ഒരു ടോപ്പ്. അപ്പോൾ അത് മോളെന്ന് പറയുമ്പോൾ എനിക്ക് 2 മക്കളാണ് പെൺമക്കളായിട്ട് ഇപ്പോൾ ഉള്ളത്. ഒന്ന് മോൻ്റെ ഭാര്യ, ഒന്ന് എൻ്റെ മോള്. അപ്പോൾ ഇത് മോൾക്ക് വേണമെന്ന് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ ശരി, മോൾക്ക് തന്നെ ഒരു ടോപ്പ് തയ്ക്കാമെന്നും പറഞ്ഞ് അടുത്ത് വെച്ചേക്കുകയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ആളിനെ ഇപ്പോൾ ഇതിൻ്റെ ബാലപാഠങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് തന്നെ ഇത് ലൈനിങ് ഒക്കെ ഇട്ട് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ, അപ്പോൾ മോളെ കൊണ്ട് ഞാനിത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് ഇൻസ്ട്രക്ഷനൊക്കെ വേണ്ടുന്നത് കൊടുത്ത് ലൈനിങ് കട്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ തുണിയെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ചോക്ക്, ഇതാ കത്രിക, 2 സ്കെയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ദേ വലുതും ചെറുതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മോള് സൗകര്യത്തിന് ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് എടുത്തോ. നിന്നെ പരിചയപ്പെടുത്താൻ ഒരു പുതിയ സാധനം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. യൂസ് ചെയ്ത് പരിചയമില്ല, എന്നാലും പരിചയപ്പെടണമല്ലോ. അപ്പോൾ അത് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ആംപിറ്റ് കർവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അധികം ഉപയോഗിക്കാത്ത ഒരു സാധനമാണ്. ലൈനിങ്ങിൻ്റെ തുണിയെ ഫോൾഡ് ചെയ്തിട്ടിട്ട് നമുക്ക് തുണി സേവ് ചെയ്യാമെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫ്ലെയർ ആദ്യം, ലെങ്തിനേക്കാളും ഫസ്റ്റ് എന്ന് പറയുന്നത് വേണ്ടുന്ന ഫ്ലെയർ എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്താൽ തുണി ബാക്കി നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഫ്ലെയർ എത്രയാണെന്ന് അറിയാവോ? 12. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടിയാൽ 14 വെച്ചിട്ട് ശരിക്കും അവിടെ ഒരു പോയിൻ്റ് കൊടുത്ത് അതിനെ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് അതിനെ ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ എത്ര പേജ് ഉണ്ട്? 4 pages. ആള് ക്യാമറയുടെ ബിഹൈൻഡ് ക്യാമറ ഈ വളയിട്ട കൈകളാണ് കേട്ടോ. വളയിട്ട കൈ എന്ന് പറയുമ്പോൾ എൻ്റെതും എല്ലാം സെയിം പോലെ തന്നെയാണ്. വളയും റിങ്ങും എല്ലാം ഒക്കെ ഇങ്ങനെ ഒരുപോലെയൊക്കെ തന്നെയാണ്. ഈ ബിഹൈൻഡ് ക്യാമറ ആൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ മുന്നിൽ അങ്ങനെ അധികം വന്നിട്ടില്ല. എൻ്റെ ക്യാമറ വിമണാണ്, അപ്പോൾ മുന്നിലധികം വന്നിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ ഇന്നൊരു ആളെ പരിചയപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയും വരാൻ അങ്ങനെ അധികം ഇത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരാം. അപ്പോൾ ഓക്കെ ആണല്ലോ. 15.5 ഉണ്ട്, കുഴപ്പമുണ്ട്? അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 12ഉം 2 ഇഞ്ച് കൂടുതലായപ്പം 14 വേണം, 15 ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. യെസ്, കണ്ടോ? അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു നീറ്റ്നെസ് നന്നായിട്ട് വേണം നമുക്ക്. ഈ ഒരു കട്ടിങ്ങിന്, സ്മൂത്ത് കട്ടിങ്ങിന് അല്ലെങ്കിൽ സ്മൂത്ത് ഡ്രോയിങ്ങിനൊക്കെ നല്ല ഒരു ഫ്ലോ വേണമെങ്കിൽ മെറ്റീരിയൽ അയൺ ചെയ്യണം, കൃത്യമായി തന്നെ അതെല്ലാം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇനി എന്താ ചെയ്യുക? ലെങ്ത് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തോളൂ. ഷോർട്ട് ടോപ്പ് മതി അല്ലേ? ഷോർട്ട് ടോപ്പ് ആണെങ്കിൽ ഒരു 30 ഒക്കെ എടുക്കാം വേണമെങ്കിൽ, എല്ലാം കൂടി. ഇപ്പം കറക്റ്റ് 30 ലെങ്ത് എടുത്തിരിക്കുന്നത് അല്ലേ? പട്ടിയാലക്കുള്ള ടോപ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പം എന്താ ചെയ്തത്? ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. എത്രയാണ് മോളെ ഷോൾഡർ ആയിരുന്നത്? 7.25. സെയിം 7.25 തന്നെ താഴേക്ക് കൊടുക്കുന്നല്ലേ? ശരി. ഇനി അടുത്ത് ഷേപ്പിനും സീറ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ എന്താ വേണ്ടത്? നിങ്ങളുടെ നമ്പറുകൾ, നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ് നമ്മളെടുത്ത് അങ്ങനെ ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആപ്റ്റായ നമ്പർ. അതിപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഒരു ടോപ്പ് എടുത്ത് മെഷർമെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, മനസ്സിലറിയാം, അങ്ങനെയാണെങ്കിൽ അങ്ങനെയോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇത് ആൾക്ക് ഷോർട്ട് ടോപ്പ് മതി, പട്ടിയാലയ്ക്ക് വേണ്ടിയിട്ടാണ്. പട്ടിയാല ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പട്ടിയാല ചെയ്തിരിക്കുകയാണ്.
നോക്കട്ടെ, ഇതൊക്കെ തുന്നിയ ശേഷം അതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇടാം. ഇനി എന്താണ് ചെയ്യുന്നത്? ചെസ്റ്റ് ചെസ്റ്റ് എത്രയാണ്? 10.5. അടുത്ത് ഷേപ്പ് എത്രയാണ് വരുന്നത്? 9.4. ശരി, അപ്പോൾ 9.4 മാർക്ക് ചെയ്യുക. അടുത്തത് സീറ്റാണ്. സീറ്റ് 10.5. അപ്പം ഈ ലാസ്റ്റിലുള്ള വര ആരാ വരയ്ക്കുന്നേ? ഫിനിഷിംഗ് എന്ന് പറയുന്നത് ലെങ്തിൻ്റെ ലാസ്റ്റിൽ എപ്പോഴും ഒരു വര വേണമല്ലോ. അപ്പോൾ അവിടെ ഒരു വര വരച്ചാൽ, അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ഫുള്ള് മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അടുത്ത് ഇനി എന്ത് ചെയ്യും? കണക്ട് ചെയ്യും അല്ലേ? ചെസ്റ്റും ഷേപ്പും കൂടി കണക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഷേപ്പും സീറ്റും കൂടി കണക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ സീറ്റും ഫ്ലെയറും കൂടി കണക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഫ്ലെയർ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അല്പം കൂടെ കൂട്ടിക്കൊടുക്കാൻ പറ്റും. അതായത് ഫ്ലെയർ സാധാരണ എത്രയായിരുന്നു എടുത്തോണ്ടിരുന്നത്? 12. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ 12 തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ 13 കൊടുക്കാം, 1 ഇഞ്ച് കൂടിയിട്ട്. കാരണം കുറച്ചും കൂടെ നമ്മളുടെ താഴത്തെ ഏരിയയെക്കാളും ഷോർട്ട് ടോപ്പ് ആകുമ്പോൾ കുറച്ചും കൂടെ വിഡ്ത്ത് കൂടുതൽ ആവശ്യം വരും. അപ്പം നമുക്കിപ്പോൾ ആ ഒരു 12 എന്നുള്ളതിന് പകരം 13 കൊടുക്കാൻ പറ്റും. ഇനി അതും കണക്ട് ചെയ്തു അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യും? ആംപിറ്റ് വരയ്ക്കും. ആംപിറ്റ് കർവ് യൂസ് ചെയ്യുന്നോ? എല്ലാ പോയിൻറ്സും അല്ലേ? ഉമ്മച്ചി പഠിപ്പിച്ചു കൊടുത്ത എല്ലാ പോയിൻറ്സും എടുക്കുകയാണ്. ഇതാ ഇപ്പം ഇവിടെ ഇതല്ലേ വേണ്ടത്? അപ്പോൾ അത് കണ്ടോ, ആംപിറ്റ് കർവ് വയ്ക്കുമ്പോൾ ഈ 2 പോയിന്റ് നോട്ടീസ് ചെയ്ത് വെച്ചേക്കല്ലേ? അപ്പോൾ അതിലിതേ ഇവിടെ ഇതാണ് കണക്ഷൻ. അപ്പോൾ അതെ അതിലും ഫിറ്റ് ആവണം, ഈ വരയിലും ഫിറ്റ് ആവണം. കണ്ടോ ഇതേ. അപ്പോൾ എപ്പോഴും ആംപിറ്റിൻ്റെ കർവ് വയ്ക്കുമ്പോൾ കണ്ടോ, എന്തിലാണോ നമ്മൾ മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ മാർക്കുകളുമായിട്ട് ഇത് കണക്റ്റ് ആവണം. കണ്ടോ? അപ്പോൾ ഇപ്പോൾ അതാ ഇവിടെ മാത്രം ഇങ്ങനെ വരച്ചു കൊടുത്താൽ നല്ല ആംപിറ്റ് കിട്ടും. അത് ബിഗിനേഴ്സിനൊക്കെ നല്ലതാണ്. ഇനി ഒന്ന് മെഷർ ചെയ്ത് നോക്കിയേ. 7, 8, 8.5 അല്ലേ? 8.5 വേണ്ടത്. ഇതാ കണ്ടോ? അപ്പോൾ ഇത്രയും തുണി ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 9 വരെയും ആക്കാം. ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളയാം ഇവിടെ നിന്ന് വേണമെങ്കിൽ. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 1.5ക്ക് പകരം ഇവിടെ 1.5 എടുത്തില്ലേ, അതിന് പകരം ഇവിടെ 2 ആക്കി കൊടുക്കാം. കണ്ടോ? അതും ഒരു പുതിയ ഒരു ക്ലാസ്സാണത്. 2 ആക്കി കൊടുത്താൽ അത് തന്നെ കിട്ടും. അങ്ങോട്ട് വന്ന് കയറും. കണ്ടോ? ഇനി നമ്മൾ മറക്കാതെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. എന്താണ്? മാർജിൻ. ഇനി ഒരു 1-1.5 ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ കുറച്ച് യൂസ് ചെയ്ത സാരി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ സിൽക്കുമാണ്, അതുകൊണ്ട് കുറച്ചും കൂടി മാർജിനൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് സ്ലിറ്റിൻ്റെ അവിടോട്ട് വരുമ്പോൾ 1 തന്നെ മതിയാവും. കണ്ടതാ ഈ ഒരു സ്ലിറ്റിൻ്റെ ഇവിടെ ഇപ്പോൾ 1.5 എടുത്തില്ലേ, ഇവിടെ വരുമ്പോൾ 1 തന്നെ എടുക്കണം. എന്നാലേ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് സീറ്റ് ഫ്ലെയർ എൻ്റെ അങ്ങോട്ട് അല്ലെങ്കിൽ സ്ലിറ്റ് ഓപ്പൺ ഏരിയ അടിക്കുമ്പോൾ 1 ഇഞ്ച് മാർജിൻ ആണെങ്കിലേ നല്ല ഭംഗിയായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. യെസ്, ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്ക് നമുക്ക് ക്യാൻവാസ് ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ക്യാൻവാസ് ഇതിൽ തന്നെ പ്രസ് ചെയ്യാം. കോട്ടൺ ആയതുകൊണ്ട് ഇതിൽ തന്നെ, അതിന് എക്സ്ട്രാ മെറ്റീരിയൽ വേണ്ട, ഇതിൽ തന്നെ പ്രസ് ചെയ്യാം. അങ്ങനെയാണോ ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, അങ്ങനെ മതി. അപ്പോൾ കട്ട് ചെയ്യാം അല്ലേ? ശരി. കൈയൊക്കെ സപ്പോർട്ട് ചെയ്ത് കട്ട് ചെയ്യണം തുണിക്ക്. അപ്പോൾ ഇനി എന്താ ചെയ്യുക? ഇനി അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അത് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒറിജിനൽ കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യുമ്പം ഇത് കുറച്ചും കൂടി തിന്നായി മാറും അല്ലേ? ഇത് സോഫ്റ്റായി മാറും. അപ്പോൾ ഇപ്പം നല്ല കുറച്ച് വെയിറ്റിൽ ഹെവി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇത് വെച്ച്
ഒറിജിനൽ കട്ട് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ തന്നെ കൈക്ക് ലൈനിങ് ആവശ്യമുണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് കൈയും ലൈനിങ് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ടോപ്പ് ആയതുകൊണ്ടും പിന്നെ നമ്മളിങ്ങനെ ഈ തുണി സേവ് ചെയ്തല്ലോ, കണ്ടോ, ഇങ്ങനെ നമ്മൾ ആ ഫ്ലെയർ അനുസരിച്ചിട്ടാണ് നമ്മൾ തുണി എടുത്തത്. ദേ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് തുണി ധാരാളമായിട്ടുണ്ട്. ഒരു 2 മീറ്റർ ലൈനിങ്ങിൽ തന്നെ ഒത്തിരി തുണിയുണ്ട്. അപ്പോൾ കൈക്ക് വേണമെങ്കിലും നമുക്ക് ലൈനിങ് കൊടുക്കാം. കട്ടിങ് ഇവിടെ നിന്ന്, കട്ടിങ് എപ്പോഴും ആംപിറ്റിൻ്റെ ഷോൾഡറിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് പോകണം. അതിനാണ് ഭംഗി കൂടുതൽ. ടെൻഷനുണ്ടോ? ചെറുതായിട്ട് ഗുരുവും കൂടെ മുന്നിലിരിക്കുകയല്ലേ, അതാണ്. സ്ലീവ് ലൂസ്, പിന്നെ സ്ലീവ് ലെങ്ത് എടുക്കണം. അവിടെ 3.5 ഒരു മാർക്ക് കൊടുത്തിട്ട് അത് നീട്ടി വരയ്ക്കണം. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് അതിലേക്കൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കണം. എന്നിട്ട് ഇവിടെ 3.5 ഒരു പോയിന്റ് കൊടുക്കണം. അല്ലേ? എന്തിനാ ഉമ്മച്ചിക്ക് ചിരിക്കുന്നത്? ഉമ്മച്ചി ചിരിക്കുന്നു, ചിരി വന്നുപോയി. അയ്യോ, സാധാ സ്ലീവ് ആണോ, 3/4 ആണോ, ഷോർട്ടാണോ, എൽബോ ലെങ്ത് ആണോ? എൽബോ ലെങ്ത് മതി. എന്നിട്ട് ലേസും വെക്കണം. ആര് വയ്ക്കും? ഉമ്മച്ചി. ഉമ്മച്ചിയാ? ആ, അത് ശരി. അപ്പോൾ എൽബോ വരെ ആണെങ്കിൽ ഏകദേശം ഒരു 15 ഇഞ്ചൊക്കെ മതി. 3/4 ആണെങ്കിലാണ് അങ്ങോട്ട് പോകുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് പറയണം. സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്യുന്നു. അതെല്ലാം ഇരുന്നോട്ടെ. പിന്നെ ലേസും എക്സ്റ്റൻഷനും ഒക്കെ മോക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അതെന്തായാലും ഞാൻ ചെയ്തു തരാം. കൈ 5.25 എന്താണ്? സ്ലീവ് ലൂസ്. ആദ്യം ലൂസാണോ എടുക്കേണ്ടത് മോളെ? ലെങ്ത് ആദ്യം എടുത്തല്ലോ. ഓ, ഫുൾ ലെങ്ത്. ഓക്കെ. അത് കഴിഞ്ഞാൽ രണ്ടാമത് എന്ത്? രണ്ടാമത് അവിടെ നിന്ന് കോമൺ ആയിട്ടൊരു മാർക്ക് ചെയ്യും. എന്നിട്ട് അതിനെ പിന്നെ നീട്ടി വരയ്ക്കണ്ടേ? ഇതല്ലേ ഇപ്പോൾ ക്ലോസ്ഡ് സൈഡ് എന്ന് പറയണേ. ഓക്കെ. ഇതിനെ അങ്ങോട്ട് നീക്കി ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക. യെസ്. അപ്പം ഇത് മുതൽ ഇതുവരെയാണ് ലെങ്ത് എന്നാണ് പറയുന്നത്, അല്ലേ? പിന്നെ ഇതിൻ്റെ താഴെ ഒന്നും കൂടെ വരാനുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് സ്ലീവ് ലൂസ്. അത് ശരിയാണ്. ഇനി എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത്? ആംപിറ്റ്. ആംപിറ്റ് എങ്ങനെ എടുക്കും? ഈ കോർണറിൽ നിന്ന് സ്ട്രെയിറ്റ് വരച്ചിരിക്കുന്ന ലൈനിലേക്ക് ആംപിറ്റ് മെഷർമെൻറ്റിനെ മാർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. അത് ആദ്യം ആ കണക്ഷൻ ചെയ്താൽ ഞാൻ എപ്പോഴും പറയുന്നത്, ഇങ്ങനെ 2 മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. ചിലപ്പോൾ ഫസ്റ്റ് മാർക്കിൽ കൂടി കട്ട് ചെയ്തേക്കാം, ഒന്നും അറിയാതെ. അപ്പോൾ ആദ്യം അവിടെ ഒരു വരച്ച് അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലായില്ലേ? എൻഡ്. അത് കഴിഞ്ഞിട്ട് മാർജിൻ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊന്നും തെറ്റിപ്പോവില്ല. ഇനി എന്താ? അതാണ് ആ ഒരു ക്രോസ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും നമ്മളെ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. ആ വര നമുക്ക് അനാവശ്യമായ പ്ലോട്ടിലോട്ട് നമ്മൾ പോവില്ല. അതാണ് ആ ഒരു ക്രോസ് മാർക്ക് അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. യെസ്, അത് തന്നെ സെയിമാണ്, കറക്റ്റാണ്. നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽ ആയതുകൊണ്ടും പിന്നെ നമുക്കൊരു സിൽക്ക് മെറ്റീരിയലാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പട്ട് അല്ലെങ്കിൽ അതിലൊക്കെ പെടുന്ന കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ ഒരല്പം പ്രിക്കോഷൻ എടുക്കണം, നല്ലതാണ്. കാരണം എല്ലാത്തിനും മാർജിനൊക്കെ ഒരല്പം കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. എപ്പോഴും മാർജിൻ കുറയുന്നതാണ് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് എന്ന് പറയണേ. പക്ഷെ എന്നാലും നമുക്കത് അഡ്വാൻസ് ആയിട്ട് എടുക്കേണ്ടി വരണം. കട്ട് ചെയ്യുമ്പോൾ എന്താ? യെസ്, അങ്ങനെ തന്നെ, ഒരു കുഴപ്പമില്ല. നല്ല സ്ലീവാണ്, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ. ആ മാർജിനൊക്കെ കാണുമ്പോൾ അറിയാം നല്ല മാർക്കിംഗ് ആണെന്ന്. അവിടെ ഒരു നോച്ച്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ലൈനിങ് വെച്ചിട്ട് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കും. എത്ര പേജ് ഉണ്ട്? എത്ര കൈ ഉണ്ട്? 1 വേണോ 2 വേണോ? 2 കൈക്ക് 4 പേജ് ഉണ്ട്. 2 കൈക്ക് 4 പേജ്. ക്ലോസ്ഡ് അല്ലേ എല്ലാം? ഓക്കെ. കൈ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യണേ തുണിയിൽ. ആംപിറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റോപ്പൊന്നും പാടില്ല. ഇപ്പം ഈ കൈ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കൈ ഇവിടെ ഒരു ചെറിയൊരു ലെങ്ത് കൂടുതലുണ്ട്. അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്യാൻ സമയത്ത് അത് കറക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാം ആയി അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ നീളം കൂട്ടാനായിട്ട് ലേസും പിന്നെ ഒരു ഇച്ചിരി തുണിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ പിന്നീട്.
അപ്പോൾ ലൈനിങ്ങിൻ്റെ ടോപ്പ് ഇപ്പോൾ ഷോർട്ടാണോ ലെങ്തി ആണോ അതൊന്നും അല്ല വിഷയം, അതിൻ്റെ രീതി ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നെക്കിൻ്റെ കട്ടിങ്ങും പ്രസ്സിങ്ങും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാം. അപ്പോൾ സുരയ്യാസ് ആർട്ടിസ്റ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം. പിന്നെ ഇത് ഇഷ്ടമായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം എന്നൊരു റിക്വസ്റ്റും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.